ഇപ്പൊ ഈ ഇടവഴിയിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് അറിയാമോ? ആൾക്കാര്, വാഹനങ്ങള്, അടുത്ത വഴികളിൽ നിന്ന് കയറി വരുന്ന വാഹനങ്ങള്, ഇതെല്ലാം കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഇടവഴി കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായോ? എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് ഒന്നും ചെയ്യരുത്. എൻ്റെ ഒബ്സർവേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം, കെയറിങ് ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? വേഗം കുറച്ച് പതുക്കെ മാറ്റിയെടുത്ത് തിരിച്ചു കോൺസെൻട്രേഷൻ അതേപോലെ നീ ഇടവഴി കൊടുക്കേണ്ടതാണ്. വേഗത കുറയ്ക്കുന്നിടത്ത് കുറയ്ക്കണം, കടന്നു വരുന്ന വാഹനത്തിനെ കടത്തിവിടണം, അതിനുശേഷം നമ്മൾ പോകണം. വേഗത കുറയ്ക്കുന്ന സ്ഥലമാകുമ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാവുള്ളൂ, കുറയ്ക്കാൻ പാടുള്ളൂ. മുന്നിൽ തടസ്സം ഉണ്ടെങ്കിൽ നിലവിളി ബാലൻസ് ചെയ്യണം. ഓക്കെ, കൊള്ളാം. അപ്പോൾ എന്ത് തടസ്സം വന്നാലും ഇച്ചിരി വേഗത കുറയ്ക്കുക, മാറ്റിയെടുക്കുക, ബാലൻസ് ചെയ്യുക, വീണ്ടും പോവുക. ഓക്കെ, അതിനപ്പുറത്തേക്ക് വേഗത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നീ എന്ത് ഔട്ടിയാൽ മതി, ബ്രേക്ക് ഔട്ടിയാൽ മതി. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ ചവിട്ട് എന്ത് ചവിട്ടരുത്, ബ്രേക്ക് ചവിട്ടരുത്. ഇപ്പോൾ ഈ വളവ് വളയ്ക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ലേറ്റായിട്ടൊന്ന് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇടവഴി വളയ്ക്കാൻ പറ്റും. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഓക്കെ, പതുക്കെ ചവിട്ടിക്കും, വളയ്ക്കും. ഇപ്പോൾ വാഹനമില്ലല്ലോ, ബ്രേക്കിങ്ങില്ല. തിരിച്ച് അതേപോലെ ഇറക്കും, ആക്സിലേഷൻ കൊടുക്കും. അടുത്ത വളവെത്തുമ്പോൾ വേഗത കുറയ്ക്കും, പതുക്കെ വളച്ചോട്. ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചവിട്ടിയാൽ മതി, കറക്കി കൊടുക്കും. കൊള്ളാം. എന്ത് ചെയ്യണം, ഇവിടെ ഇച്ചിരി വേഗത ചവിട്ടി കുറച്ച് കൊടുക്കണം, ലൈറ്റായിട്ട്. ബ്രേക്കിൽ നിന്ന് വിട്ടേ. ആ കുറച്ച സമയം കൊണ്ട് ആ കാർ എന്ത് ചെയ്തു, കയറി മാറി, നമുക്ക് ഫ്രീ ആയില്ലേ. ഇനി നമ്മൾ കയറിയതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, വേഗത കുറച്ച് തന്നു. ഇനി നമ്മൾ പോയിട്ട് അവൻ കയറി പോകത്തുള്ളൂ. മനസ്സിലായ? ഇതാണ് സംഭവം. അല്ലാണ്ട് ഒപ്പം ആ വാഹനത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്, ആക്സിലറേഷൻ കൊടുത്ത് കയറ്റി വെക്കാൻ പാടില്ല. മനസ്സിലായോ? വേഗത കുറയ്ക്കണം. പോക്കറ്റ് റോഡുണ്ട്, വണ്ടി കയറി വരും, ശ്രദ്ധിച്ചോണം. പോട്ടെ. അവിടെ ഇച്ചിരി നല്ല കട്ടറാണ്, ഇവിടെ അല്ല, ആ സൈക്കിളുകാരൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ഒന്ന് വേഗത കുറയ്ക്കണം. കുഴിയിൽ വീഴുമ്പോൾ പതുക്കെ വീഴാൻ പാടുള്ളൂ കേട്ടോ. ബ്രേക്ക് ഒന്ന് പതുക്കെ ചവിട്ടിക്ക്, ക്ലച്ച് മുഴുവൻ ചവിട്ടിക്ക്, ബ്രേക്കിൽ നിന്ന് വിട്ടേ. ആ ക്ലച്ച് ചേർത്തേക്ക്. എന്നാ ഇപ്പോഴും നീ ക്ലച്ചിൽ നിന്ന് എങ്ങനെയാണ് കാലെടുത്തേ, പെട്ടെന്ന്. ഓക്കെ, പതുക്കെ ക്ലച്ചിൽ നിന്ന് വിട്ട് ആക്സിലേഷൻ കൊടുക്കും, പതുക്കെ ക്ലച്ചിൽ നിന്ന് വിട്ട് പതുക്കെ ആക്സിലേഷൻ കൊടുക്കും. വണ്ടി റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ആക്സിലേഷൻ കൊടുക്കും, പതുക്കെ ഇറങ്ങി വന്നാണ്ട, ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ബാലൻസ് ചെയ്തിട്ട് തേടാക്കണം. ബാലൻസ് ചെയ്തിട്ട് തേടാക്കിയാൽ മതി. അൺബാലൻസ് വെച്ചുകൊണ്ട് ഗിയർ എന്ത് ചെയ്യരുത്, ഷിഫ്റ്റ് ചെയ്യരുത്. ഇപ്പം അത്യാവശ്യം ഫ്രീ ആയില്ല റോഡ്. കൺജസ്റ്റഡ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായോ? ഓക്കെ, കുറച്ച് ലെഫ്റ്റിലേക്ക് ഒന്ന് ബ്രേക്ക് പതുക്കെ ഒന്ന് ചവിട്ടിക്കൊടുക്കും. ചിലപ്പോൾ ഡോറ് തുറക്കാൻ ചാൻസ് ഉണ്ട്. മറ്റേ തിരിച്ച് ലെഫ്റ്റിലേക്ക് വന്ന് ലെഫ്റ്റ് കീപ്പ് ചെയ്യണം. അപ്പോൾ ആ ഓട്ടോ കയറിപ്പോയുള്ള ഗ്യാപ്പ് ഓൾറെഡി ഇവിടെ ആവും. ഇവിടെ ആക്സിലേഷൻ കൊടുക്കും. ആ വളവും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു വളവാണ്. ബ്രേക്ക് മാത്രം ചവിട്ടുക. തേർഡ് ഗിയർ അല്ലേ, അപ്പോൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കി പതുക്കെ വളക്കി, ക്ലച്ചിൽ നിന്ന് വിട്ട് കൊടുത്ത് പതുക്കെ. ഓക്കെ, വളക്കി. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബ്രേക്ക് ചവിട്ടിയാൽ മതി. തിരിച്ചിറക്കി. വളവിൽ ഓട്ടോക്ക് ചെയ്താണ്ടോ ഓട്ടോക്കാരൻ, ഇല്ലാത്ത അപകടങ്ങളൊക്കെ എന്താവും, ഉണ്ടാവും. ആരും പ്രതീക്ഷിക്കത്തില്ല സത്യം പറഞ്ഞ. പോട്ടെ, കാര്യം മനസ്സിലായ? അപ്പം വളവിലൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഓട്ടോക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ?